നമസ്കാരം, ഡെയിലി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇസ്രായേലിന്റെ ആക്രമണം ഒഴിവാക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് ഇറാൻ. ഇന്ത്യക്ക് മാത്രമായി വ്യോമാതിർത്തി തുറന്നു തന്നു. 1000 വിദ്യാർത്ഥികളുമായി 3 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക്. സംഘർഷം ഒഴിവാക്കാൻ ജനീവയിൽ UN രക്ഷാസമിതി യോഗം. ഇറാനുമായി യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരും ചർച്ച നടത്തും. എയർ ഇന്ത്യക്ക് DGCയുടെ താക്കീത്. വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി. വീഴ്ച കണ്ടെത്തിയത് അഹമ്മദാബാദ് അപകടത്തിന് മുമ്പ് സർവീസ് നടത്തിയ എയർബസ് ജെറ്റ് വിമാനങ്ങളിൽ. ഭാരതാംബ വിവാദം മുറുകുന്നു. ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ. ഭാരതാംബ ചിത്രം ഒഴിവാക്കില്ലെന്ന് രാജ്ഭവൻ. കാവി ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നിറമെന്ന ഗവർണർ. SFI രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. മന്ത്രി V ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച് ABVP. ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നിലമ്പൂരിൽ 75.27% പോളിംഗ്. കൂടുതൽ കരുളായി, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ. കുറവ് വഴിക്കടവിൽ. MV ഗോവിന്ദൻ്റെ RSS ബന്ധത്തെക്കുറിച്ചുള്ള പ്രസ്താവന തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് M സ്വരാജ്. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മോഹൻ ജോർജ്. ശക്തി തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ PV അൻവർ. ഇറാനിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ ഇന്ത്യ ഒഴിപ്പിക്കുന്നു. 1000 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇറാനിൽ നിന്നും വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇന്ന് അർദ്ധരാത്രിയിൽ ഒരു വിമാനവും നാളെ 2 വിമാനങ്ങളുമാണ് വരിക. ഇറാനിലെ മഷാദിൽ നിന്നാണ് വിമാനം എത്തുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമായാണ് ഇപ്പോൾ ഇറാൻ വ്യോമാതിർത്തി തുറന്നിരിക്കുന്നത്. ഇസ്രയേലിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്നതിനാൽ ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. വ്യോമാതിർത്തി അടച്ചതിനാൽ അർമേനിയ വഴിയും തുർക്ക്മെനിസ്ഥാൻ വഴിയും ഒക്കെയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു വന്നിരുന്നത്. ഇറാൻ്റെ ഭരണമാറ്റമല്ല ഔദ്യോഗിക ലക്ഷ്യമെന്നും പക്ഷേ ആക്രമണത്തിൻ്റെ അന്തിമ ഫലം അതായിരിക്കുമെന്നും ഇസ്രായേൽ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് ആരുടെയും സഹായവും വേണ്ട എന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചു. അതേസമയം ഇസ്രായേലിൻ്റെ പക്ഷത്ത് ചേരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് അമേരിക്ക 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ആക്രമണത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ഭരണമാറ്റം കൂടി അന്തിമ ഫലമായി ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞു. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേലി ക്യാൻ പബ്ലിക് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും നീക്കം ചെയ്യാൻ ഇസ്രായേലിന് ശക്തിയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ നിരവാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിന്റെ പുതിയ വിശദീകരണം. The president's top priority right now is ensuring that Iran cannot obtain a nuclear weapon and providing peace and stability in the Middle East. Look, Iran is in a very weak and vulnerable position because of the strikes and the attacks from Israel. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇടപെട്ടാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും റഷ്യ പറയുന്നു. സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേലി ആശുപത്രിക്ക് നേരെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം ഇതുവരെ 400 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചുവെന്നാണ് കണക്ക്. ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. എയർ ഇന്ത്യക്ക് DGCAയുടെ താക്കീത്. 3 വിമാനങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിൽ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. വിമാന സർവീസ് സംബന്ധിച്ച് നോട്ടീസ് നൽകിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. എയർബസ് ജെറ്റ് വിമാനങ്ങളുടെ സർവീസിലാണ് നടപടി. അഹമ്മദാബാദ് അപകടത്തിന് മുമ്പാണ് സർവീസ് നടത്തിയത്.
ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളും ഇന്ത്യ തകർത്തതോടെ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചുവെന്ന പാകിസ്ഥാന്റെ വെളിപ്പെടുത്തൽ. പാക് ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ് ദറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദമാണ് പാകിസ്ഥാൻ അംഗീകരിച്ചത്. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ നിയന്ത്രണ രേഖ മറികടന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. ഇതോടെ പാക് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നിയന്ത്രിത ആക്രമണം നടത്തുകയായിരുന്നു. ഭാരതാംബ ചിത്ര വിവാദം സർക്കാർ അനാവശ്യമായി ഉണ്ടാക്കുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയതെന്നും രാജേന്ദ്ര അർലേക്കർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കാവിക്കൊടിയാണ് പ്രശ്നമെങ്കിൽ അത് RSSന്റെ സംഭാവനയല്ലെന്നും ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പാരമ്പര്യ നിറമെന്നും ഒരു ദേശീയ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യക്തമാക്കി. ഭാരതാംബ സങ്കല്പം അതിപുരാതനമാണെന്നും അത് ത്രിവർണ്ണ പതാകയ്ക്ക് മുൻപുള്ളതെന്നും അതിനുശേഷമാണ് ത്രിവർണ്ണ പതാക ഉണ്ടായതെന്നും ഗവർണർ പറഞ്ഞു. ത്രിവർണ്ണ പതാക ഏന്തിയ ചിത്രം ലഭിച്ചാലും അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. രാജ്ഭവൻ RSS ശാഖയെന്നത് തെറ്റായ പ്രചരണം മാത്രമെന്നും അർലേക്കർ പറയുന്നു. ഭാരതാംബ വിവാദം അനാവശ്യമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ മാത്രമല്ല മാന്യതയുടെ സീമയും ലംഘിച്ചെന്നും ദേശീയ അഭിമുഖത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യക്തമാക്കി. ഭാരത് മാത എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമെന്നും വർഷങ്ങളായി ഭാരതാംബയ്ക്കൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഗവർണർ പറയുന്നു. സർക്കാരും ഗവർണറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും ആശയ സമരത്തിനും വഴിവെക്കുന്നതിനിടയിലാണ് ഗവർണറിന്റെ തുറന്നുപറച്ചിലെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഭാരതാംബ ചിത്ര വിവാദം മുറുകുമ്പോൾ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി നേതാക്കളും രംഗത്ത് വരുന്നു. വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. മന്ത്രിയുടെ നിലപാട് മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഭാരതാംബ വിവാദം ആവർത്തിക്കുമ്പോൾ തങ്ങളുടേതായ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയുകയാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും. വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടേത് ശരിയായ ദിശയിലുള്ള നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടന ലംഘിച്ചത്. രാജ്ഭവൻ RSS അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടമാക്കി മാറ്റുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരണമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. BJPയുടെ ചട്ടുകമായി ഗവർണർമാർ മാറുന്നുവെന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചത്. മന്ത്രിസഭ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ഗവർണറുടെ ജോലി. പ്രതിപക്ഷം ആദ്യം ഗവർണർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രോട്ടോകോളിനേക്കാൾക്ക് മുകളിലാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവണം. ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനെ RSS പ്രചാരണത്തിലുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പ്രതികരിച്ചു. ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഗവർണറുമായി സംഘർഷത്തിനില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. അർലേക്കറിനെ നയിക്കുന്നത് പൂർവാശ്രമത്തിലെ വിചാരധാരയാണോ ഭരണഘടനയാണോ എന്ന് വ്യക്തമാക്കണമെന്നും ബിനോയ് വിശ്വം കോഴിക്കോട് പറഞ്ഞു. ഒരു ഗവർണർക്ക് വഴികാട്ടിയാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാം. അതിനു മുകളിൽ ഭാരതാംബയെ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളം അംഗീകരിക്കില്ല എന്ന് മന്ത്രി GR അനിലും പ്രതികരിച്ചു. ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാം. ഭരണഘടനയ്ക്ക് മുകളിൽ ഭാരതാംബയെ പ്രദർശിപ്പിക്കാനോ പ്രതിഷ്ഠിക്കാനോ ശ്രമിച്ചാൽ അതിനെ കേരളം അംഗീകരിക്കില്ല. ഗവർണർ രാജ്ഭവനെ RSS ആസ്ഥാനമാക്കുകയാണെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൂട്ടിച്ചേർത്തു. ഗവർണർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും വേറെ, പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് ഗവർണർ തന്നെ ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോവാണ്. ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയ വി ശിവൻകുട്ടിയുടെ തീരുമാനം സ്വാഗതാർഹമെന്നും മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് K മുരളീധരനും പറഞ്ഞു. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുന്നത് ചെയ്യുന്നവരുടെ അവകാശമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു. വലിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തരുത് എന്നതാണ് ഇതിന് പിന്നിലെ ഉദ്ദേശമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഭാരതത്തിൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.
ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലെ 2ാം വാല്യത്തിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലവിലെ നിലപാട് തുടരാനാണ് രാജ്ഭവന്റെയും തീരുമാനം. എന്നാൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 10ാം ക്ലാസിന്റെ സാമൂഹ്യ പാഠം 2ാം വാല്യത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. +1, +2 തലങ്ങളിൽ എവിടെയെല്ലാം ഉൾപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് പാഠ്യപദ്ധതിയിൽ ചേർക്കും. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും ഗവർണറും. ചിത്രം രാജ്ഭവനിൽ തുടരുമെന്ന് ഗവർണർ വ്യക്തമാക്കുമ്പോൾ സർക്കാർ ചടങ്ങുകൾ ഇനി രാജ്ഭവനിൽ നടത്തേണ്ട എന്ന നിലപാടിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഇതോടൊപ്പം ഗവർണറുടെ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. SFIയുടെ നേതൃത്വത്തിൽ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്ത് രാജ്ഭവനിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. പ്രകടനം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും രാജ്ഭവന്റെ ഗേറ്റിന് മുൻപിൽ വരെ പ്രവർത്തകർ എത്തി. ഇന്ത്യൻ പതാക അംഗീകരിക്കാത്ത, ഇന്ത്യൻ ദേശീയത അംഗീകരിക്കാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ചരിത്രമുള്ള ആർലേക്കറുടെ പിന്മുറക്കാർ മനസ്സിലാക്കേണ്ടത് ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബാക്കി പത്രമാണ്. ആർലേക്കർ തിരുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരുത്തും വരെയും ആ സമരം തുടരുമെന്നതാണ്. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്ത മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ABVP പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. എന്നാൽ ABVP ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ രാജ്ഭവന്റെ അറിവോടെയാണെന്നും രാജ്ഭവനിലെ ഓഫീസ് സ്റ്റാഫ് തിരുവനന്തപുരത്തെ പ്രമുഖനായ RSS പ്രവർത്തകനാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരെ മുന്നറിയിപ്പുമായി N. പ്രശാന്ത് IAS തൻ്റെ സസ്പെൻഷന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ലഭിച്ചുവെന്ന് N. പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സസ്പെൻഷന് പിന്നിൽ നടന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്നും N. പ്രശാന്ത് അറിയിച്ചു. തന്റെ സസ്പെൻഷന് പിന്നിൽ എന്താണ് നടന്നതെന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് N. പ്രശാന്ത് IAS ഫേസ്ബുക്കിൽ സ്ക്രീൻഷോട്ട് സഹിതം കുറിപ്പെഴുതിയിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്നും ആരെ തിരുത്തിയെന്നും പുറത്തുവരും. തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം ചീഫ് സെക്രട്ടറി A. ജയതിലകിന് ആരാണ് ഇത്രയധികം അധികാരങ്ങൾ നൽകിയതെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് കഴിഞ്ഞ 7 മാസമായി സസ്പെൻഷനിൽ കഴിയുകയാണ് N. പ്രശാന്ത് IAS. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. A. ജയതിലക് ചീഫ് സെക്രട്ടറി ആയ ശേഷം റിവ്യൂ കമ്മിറ്റി വീണ്ടും വിളിച്ചുകൂട്ടി 6 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടാൻ ശുപാർശ ചെയ്തുവെന്നാണ് N. പ്രശാന്തിന്റെ ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ അത് വാങ്ങാതെ ചട്ടം ലംഘിച്ചാണ് സസ്പെൻഷൻ നീട്ടിയതെന്നും പ്രശാന്ത് പറയുന്നു. എന്തായാലും പ്രശാന്തിന്റെ പുതിയ വെളിപ്പെടുത്തലോടെ IAS തലപ്പത്തെ ചേരിപ്പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സോഷ്യൽ മീഡിയകളിൽ ഫേക്ക് ID ഉപയോഗിച്ച് കുവൈറ്റിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നവരെ നിരീക്ഷിക്കാൻ നിർദ്ദേശം. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് ആണ് നിർദ്ദേശം നൽകിയത്. ഇക്കാര്യം പ്രാദേശിക ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെയും ഭരണ നേതൃത്വത്തെയും അധിക്ഷേപിക്കുന്നത് കടുത്ത നിയമലംഘനമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. നിയമലംഘനം നടത്തുന്നവർ കുവൈറ്റിനകത്തായാലും പുറത്തായാലും യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ വിഷയം കൈകാര്യം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്കും സേവനങ്ങൾക്കുമുള്ള ഫീസുകൾ കുറച്ചും സൗജന്യമാക്കിയും സൗദി സെൻട്രൽ ബാങ്ക്. ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള ഫീസും കുറച്ചു. ഇതുവരെ 5000 റിയാലോ അതിൽ കുറവോ പണം പിൻവലിക്കുന്നതിന് 75 റിയാലാണ് ഫീസായി ഈടാക്കിയിരുന്നത്. പുതിയ പരിഷ്കരണം അനുസരിച്ച് 2500 റിയാലിൽ കുറവാണെങ്കിൽ പിൻവലിക്കൽ തുകയുടെ 3% കവിയാത്ത തുകയാണ് ഫീസ് ഈടാക്കാൻ ബാങ്കുകൾ
ബാങ്കുകൾക്ക് അനുമതിയുള്ളത്. തുക 2500 റിയാലോ അതിൽ കൂടുതലോ ആണ് പിൻവലിക്കുന്നതെങ്കിൽ പരമാവധി 75 റിയാൽ ഫീസായി ഈടാക്കും. ഈ വാലറ്റ് റീചാർജ് ചെയ്യുന്നതിനുള്ള പണം പിൻവലിക്കൽ ഫീസ് മുമ്പ് പ്രത്യേകം നിർണയിച്ചിരുന്നില്ല. പുതിയ പരിഷ്കാരത്തോടെ ഇത് തീർത്തും സൗജന്യമാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിനും ഇടപാടുകളിലെ തെറ്റുകളിൽ വിയോജിപ്പ് അറിയിക്കാനും നേരത്തെ 50 റിയാൽ ഫീസായിരുന്നു ബാധകം. ഇത് 25 റിയാലായി കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മാറ്റങ്ങളാണ് പുതിയ പരിഷ്കരണത്തിൽ വന്നിട്ടുള്ളത്. ഏറ്റവും സമാധാന അന്തരീക്ഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് മേഖലയിൽ കുവൈറ്റിന് 2ാം സ്ഥാനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2025 ആഗോള സമാധാന സൂചികയിലാണ് കുവൈറ്റ് ഈ നേട്ടം കൈവരിച്ചത്. ആഗോളതലത്തിൽ കുവൈറ്റിന് 31ാം സ്ഥാനമാണുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തർ 1ാം സ്ഥാനവും ആഗോളതലത്തിൽ 27ാം സ്ഥാനവും നേടി. ഗൾഫ് മേഖലയിൽ 3ാം സ്ഥാനം നേടിയ ഒമാൻ ആഗോളതലത്തിൽ 42ാം സ്ഥാനത്താണ് ഉള്ളത്. UAE-ക്കാണ് ഗൾഫ് മേഖലയിൽ 4ാം സ്ഥാനം. ഗൾഫ് മേഖലയിൽ 5ാം സ്ഥാനത്തുള്ള സൗദി അറേബ്യ ആഗോളതലത്തിൽ 90ാം സ്ഥാനത്തും തുടർന്ന് ബഹ്റിൻ ആഗോളതലത്തിൽ 100ാം സ്ഥാനത്തും എത്തിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കുവൈറ്റിലെ അടിയന്തര സാഹചര്യത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയും വിതരണവും ഉറപ്പാക്കാൻ പദ്ധതികൾ തയ്യാറാക്കിയതായി വ്യവസായ മന്ത്രാലയത്തിലെ സപ്ലൈ വകുപ്പ് ഡയറക്ടർ സാലിഹ് അൽ റാഷിദി അറിയിച്ചു. നിലവിൽ രാജ്യത്തെ വിപണി സാഹചര്യങ്ങൾ സാധാരണ പോലെയാണെന്നും എല്ലാ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലും ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങൾ സുലഭമാണെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ കുടിവെള്ള വിതരണം, ഭക്ഷ്യസാധനങ്ങൾ, മരുന്ന് എന്നിവയുടെ കരുതൽ ശേഖരം സൂക്ഷിക്കുന്ന വലിയ ഫാക്ടറികൾക്കും സംഭരണശാലകൾക്കും അവിടുത്തെ ജീവനക്കാർക്കും ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ ജോലികളിലേക്ക് ജീവനക്കാരെ കണ്ടെത്താൻ ഉണ്ടാക്കിയ അജീർ ഹജ്ജ് പോർട്ടലിന് വ്യാപക സ്വീകാര്യത ലഭിച്ചെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. 42,000 താൽക്കാലിക വർക്ക് പെർമിറ്റുകൾ നൽകി 60 മേഖലകളിൽ പ്രവർത്തിക്കുന്ന 3234 സ്ഥാപനങ്ങൾ കരാറുണ്ടാക്കി. താൽക്കാലിക ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകളിൽ നിന്ന് പോർട്ടലിലേക്ക് നേരിട്ട് 40,000 അപേക്ഷകൾ ലഭിച്ചു. അത്രയും തന്നെ ആളുകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തുവെന്നും അധികൃതർ അറിയിച്ചു. നിലമ്പൂരിൽ 75.27% പോളിംഗ് എന്ന അന്തിമ കണക്ക്. കരുളായി, പോത്തുകല്ല് പഞ്ചായത്തുകളിലാണ് പോളിംഗ് ശതമാനം കൂടുതൽ, കുറവ് വഴിക്കടവിലും. 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പ്രതീക്ഷയിലാണ് മുന്നണികൾ. 3 ആഴ്ചയിലേറെ പ്രകമ്പനം കൊള്ളിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ആളും ആരവവും ഒഴിഞ്ഞ് ശാന്തമാണ് നിലമ്പൂർ. പക്ഷേ മുന്നണി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും ചങ്കിടിപ്പേറുകയാണ്. കണക്കുകൂട്ടലുകൾക്കപ്പുറം അടിയൊഴുക്കുകൾ ഏതുതരത്തിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. പ്രാഥമിക കണക്കുകളിൽ സംതൃപ്തിയിലാണ് UDF നേതൃത്വം. UDFിൽ വിള്ളലുണ്ടാക്കാനുള്ള എതിരാളികളുടെ ശ്രമം പരാജയപ്പെടുത്തി 15,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ അണിനിരത്തി നടത്തിയ പ്രചരണം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് LDF. കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് LDFിന് അനുകൂലമായി വോട്ടുകൾ മറിയുമെന്ന് ഇടതുപക്ഷം കരുതുന്നു. നേരിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷ സ്വരാജ് പങ്കുവയ്ക്കുന്നു. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും. മലയോര മേഖലയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായാണ് NDAയുടെ വിലയിരുത്തൽ. വളരെ നല്ല ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കാൻ പറ്റും. എല്ലാ BJP പ്രവർത്തകരും വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടായിരുന്നു. വളരെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പാർട്ടിയുടെ ഈ നയപരിപാടികൾ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിച്ചു. 75,000-ലേറെ വോട്ട് നേടി വിജയിച്ചു കയറാൻ ആകുമെന്നായിരുന്നു അൻവർ ക്യാമ്പിന്റെ അവകാശവാദം. എന്നാൽ മണ്ഡലത്തിലെ നിർണായക സാന്നിധ്യമായി അൻവർ തുടരുമെന്നാണ് അവസാന വിലയിരുത്തൽ. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകുമെന്നും നല്ല രാഷ്ട്രീയ മത്സരമാണ് നടന്നതെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രചാരണ പരിപാടികളിൽ നിന്നും ശശി തരൂർ വിട്ടുനിന്നത് വിദേശത്തായിരുന്നതിനാലാണ് ക്യാമ്പയിൻ്റെ സ്റ്റാർ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്, AICCക്ക് കൊടുത്തതാണ്. അത്
ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതാണ്. അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാം ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നോന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. UDF ഒറ്റക്കെട്ടായാണ് നിലമ്പൂരിൽ പ്രവർത്തിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിൻ്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. വാർത്തകൾ തുടരുന്നു. ജോലി സമയത്ത് ലഹരി ഉപയോഗിക്കില്ല എന്ന് ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങാൻ നീക്കവുമായി നിർമ്മാതാക്കളുടെ സംഘടന. നടീനടന്മാർ അടക്കം എല്ലാവർക്കും നിബന്ധന ബാധകമാക്കും. ലഹരി വിരുദ്ധ ദിനം മുതൽ നിബന്ധന നടപ്പിൽ വരുത്താനാണ് തീരുമാനം. സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങാനാണ് നിർമ്മാതാക്കളുടെ നീക്കം. വേതന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കിയേക്കും. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നിബന്ധന നടപ്പിൽ വരുത്താനാണ് ആലോചന. നടീനടന്മാർക്കും തീരുമാനം ബാധകമായിരിക്കും. അടുത്ത ഘട്ടത്തിൽ സാങ്കേതിക പ്രവർത്തകരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. സിനിമാ സെറ്റുകളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിബന്ധന നടപ്പിൽ വരുത്താൻ ആലോചിക്കുന്നത്. ഇക്കാര്യം മറ്റ് സംഘടനകളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സിനിമാ സെറ്റുകളിലെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ലഹരി ഉപയോഗം അടുത്തിടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലഹരി ഉപയോഗത്തിന് തടയിടാനുള്ള നീക്കവുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെ അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നാണ് തീരുമാനമെടുത്തത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് നടപടി. അടിയന്തരമായി പണം ഈടാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി തീരുമാനപ്രകാരം ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനധികൃതമായി കൈപ്പറ്റിയ തുകകൾ തിരിച്ചുപിടിക്കാനുള്ള കർശന നടപടിയിലോട്ട് കടന്നിരിക്കുകയാണ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരും 2-3 വാഹനങ്ങളുള്ളവരും വാസയോഗ്യമായ വീടുള്ളവരും അനധികൃതമായി പദ്ധതിയിൽ നിന്ന് പണം സ്വന്തമാക്കി. ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുമ്പ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവരുമുണ്ട്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത 100 കണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടിയത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപ നഷ്ടമായിട്ടുണ്ട്. ഈ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് വിജിലൻസ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഈ വർഷത്തെ ഇമ്പാക്റ്റ് റാങ്കിങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠം രാജ്യത്തെ 1ാമത്തെ സർവകലാശാലയായി തെരഞ്ഞെടുത്തു. പഠനം, ഗവേഷണം, പങ്കാളിത്തം, സാമൂഹിക സേവനം എന്നിവയുടെ വിലയിരുത്തലുകളുടേതായിരുന്നു അമൃത വിശ്വവിദ്യാപീഠം ഈ നേട്ടം കൈവരിച്ചത്. സർവകലാശാലകളെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്തുന്ന ഏക ഗ്ലോബൽ റാങ്കിംഗ് സംവിധാനമാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ ഇമ്പാക്റ്റ് റാങ്കിംഗ്. ഈ റാങ്കിങ്ങിൽ 1ാമതെത്തിയതോടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അമൃത വിശ്വവിദ്യാപീഠം ലോകത്തിനാകെ മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കാവശ്യമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന റാങ്കിങ്ങിൽ ആഗോളതലത്തിൽ ആദ്യ 50-ലും അമൃത വിശ്വവിദ്യാപീഠം ഇടം പിടിച്ചു. ആഗോള റാങ്കിങ്ങിൽ 41-ാം സ്ഥാനത്താണ് അമൃത വിശ്വവിദ്യാപീഠം. 130 രാജ്യങ്ങളിൽ നിന്നായി 2540-ലധികം സർവകലാശാലകളിൽ നിന്നുമാണ് അമൃത ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്.
148 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള രാജ്യം എന്ന നേട്ടം ഇന്ത്യയും സ്വന്തമാക്കി. 4ാമത്തെ വികസന ലക്ഷ്യപ്രകാരം ലോകത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന 5ാമത്തെ സർവകലാശാലയാണ് അമൃത വിശ്വവിദ്യാപീഠം. കുറഞ്ഞ ചെലവിൽ ശുദ്ധമായ ഊർജം ഉറപ്പുവരുത്തുന്ന സർവകലാശാല ലിംഗസമത്വം, ആരോഗ്യവും ക്ഷേമവും, അടിസ്ഥാന സൗകര്യങ്ങൾ, മലിനജല സംസ്കരണവും ശുദ്ധജലവും, മികച്ച കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ എന്നീ പട്ടികകളിലും അമൃത വിശ്വവിദ്യാപീഠം ഇടം പിടിച്ചിട്ടുണ്ട്. ലൈഫ് ലോങ് ലേണിംഗ് സംരംഭങ്ങൾ, സർവകലാശാല തുടക്കം കുറിച്ച സ്റ്റാർട്ടപ്പുകൾ, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, ശുദ്ധജലത്തിനും ഊർജത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസവും കമ്മ്യൂണിറ്റി പ്രാതിനിധ്യവും എന്നീ വിഭാഗങ്ങളിൽ 100-ൽ 100 മാർക്ക് നേടിയാണ് അമൃത ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. അമൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഗവേഷണ പാഠ്യപദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലിവ് ഇൻ ലാബ്സ് പദ്ധതിയിലൂടെ രാജ്യത്തെ 25 സംസ്ഥാനങ്ങളിലായി 150-ലധികം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. അതിലൂടെ 10 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി. ശുദ്ധജലം, ഗ്രാമീണ വൈദ്യുതീകരണം, ആരോഗ്യ സേവനം, സുസ്ഥിര കൃഷി തുടങ്ങി നിരവധി മേഖലയിലും ഇടപെടലുകൾ നടത്തി. ഈ മാതൃകയെ ലോക സമ്പദ് വ്യവസ്ഥാ ഫോറം ഏറ്റവും മികച്ച സുസ്ഥിര വിദ്യാഭ്യാസ മാതൃകയായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. 2100-ലധികം അധ്യാപകരും 30,000-ലധികം വിദ്യാർത്ഥികളുമായി നാക് A++ ഗ്രേഡും NIRF റാങ്കിങ്ങിൽ 7ാം സ്ഥാനവും കൈവരിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ്, മാനേജ്മെന്റ്, ആയുർവേദം, കൃഷി, ശാസ്ത്രം, നിയമം, സാമൂഹിക ശാസ്ത്രം, ഹ്യൂമാനിറ്റീസ്, സുസ്ഥിര സവിശേഷത തുടങ്ങി 350-ലധികം UG, PG, PhD കോഴ്സുകൾ അമൃത വിശ്വവിദ്യാപീഠം ഒരുക്കിയിട്ടുണ്ട്. അമരാവതി, അമൃതപുരി, ബാംഗ്ലൂരു, ചെന്നൈ, കോയമ്പത്തൂർ, കൊച്ചി, മൈസൂർ, നാഗർകോവിൽ, ദില്ലി, NCR, ഹരിദ്വാർ എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന അമൃത വിശ്വവിദ്യാപീഠം രാജ്യത്തെ മുൻനിര സർവകലാശാലകളിലൊന്നാണ്. അമൃത ന്യൂസ്, കൊല്ലം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.